A very good morning to all. As I know, we miss something here because whatever we have in this online platform, the real vibes which we have in the college classrooms is always lost here. Okay, but whatever happened, maybe this is also not a perfect moment, also. It is our responsibility to make it as a perfect one and celebrate each and every moment in our life. So, let us celebrate this moment also. So let us begin the presentation, the career opportunities in zoology. Okay, so first of all, what do you mean by a career? Without a career, life is a waste one. കരിയർ ഇല്ലാതെ ജീവിതം ഇല്ല എന്നോ അല്ലെങ്കിൽ അതിലാണ് എല്ലാം എന്നൊന്നുമില്ല. പക്ഷേ ബാക്കി എല്ലാതും ഉണ്ടായിട്ടും അതിൽ നല്ലൊരു സ്റ്റാൻഡ് ഇല്ലെങ്കിൽ പിന്നെ വേറെ ഒന്നും ആസ്വദിക്കാൻ പറ്റാത്തതുപോലെ ആയിപ്പോവും. അപ്പോൾ അതാണ് കരിയറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. കരിയർ മീൻസ് യു സ്റ്റേ ഇൻ സെയിം ടൈപ്പ് ഓഫ് വർക്ക്. അതുപോലെ തന്നെ ഇത് ഒന്നോ രണ്ടോ ദിവസത്തിന് വേണ്ടിയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഒരുപാട് നാൾ നമ്മുടെ ജീവിതത്തെ ഒരു കോൺഫിഡൻറ്റ് ലെവലിൽ കൊണ്ടുപോകാൻ പോണൊരു സംഭവമാണ് നമ്മൾ തിരഞ്ഞെടുക്കാൻ പോണ ഒരു ജോലി എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ തിരഞ്ഞെടുക്കലിന് ഒരു വലിയ പ്രാധാന്യം തന്നെ അതെന്താണെന്നുള്ളതിനെക്കാട്ടിനും പറയാനായിട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ കരിയർ എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ ഒരു ഡ്രസ്സ് എടുക്കാൻ പോണ പോലെ ഒന്നും ആവരുത്. എന്ന് വെച്ചാൽ വീട്ടിലുള്ളവരുടെ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനാണോ, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇഷ്ടത്തിന്, അങ്ങനെയൊന്നും ഒട്ടും ഇതാവാൻ പാടില്ല. നമ്മൾ അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ അതിൽ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും. ചിലപ്പോൾ ഒട്ടും കംഫർട്ടും അല്ലാണ്ടൊക്കെ വരും. അപ്പോൾ നമ്മളെപ്പോഴും നല്ല ആപ്റ്റായിട്ട് ഒരു കരിയർ എപ്പോഴും നമുക്ക് നല്ല സൂട്ടബിളും ആവണം, നല്ല കോൺഫിഡൻസ് തരുന്നതും ആവണം. നമുക്ക് അതിനകത്തോട്ട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലാനായിട്ട് എപ്പോഴും പറ്റേണ്ടതും ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു ചൂസ് ചെയ്യേണ്ട ഒരു സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇപ്പോൾ ഈ കരിയർ എങ്ങനെ ചൂസ് ചെയ്യണം എന്നുള്ളതിനൊന്നും ഇപ്പോൾ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല എന്നറിയാം. കാരണം ഇപ്പോൾ ഇവിടെ സുവോളജി ആസ് അങ്ങനെ ഒരു ഫീൽഡ് ചൂസ് ചെയ്ത് നിൽക്കുന്നവരാണ്. എന്നാലും എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ ചെയ്ത് സുവോളജിയൊക്കെ കിട്ടി. ഇനി എന്താണെന്നൊന്നും അറിയില്ല. അങ്ങനെയൊന്നും ഇവിടെ സുവോളജി എടുത്ത് ആരും ഉണ്ടാവില്ല എന്നറിയാം. കാരണം ഇനി അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിലും അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ജോലി സാധ്യതകളുടെ കാര്യത്തിലായാലും ഒരുപാട് സാധ്യതകൾ ഉള്ളൊരു സ്ട്രീം തന്നെയാണ് ഈ സുവോളജി ആയിട്ട് സെലക്ട് ചെയ്ത് വന്നിട്ടുള്ളവരൊക്കെയും. നമുക്കിപ്പോൾ സുവോളജി എന്താണെന്നൊക്കെ നമുക്കങ്ങനെ അറിയുന്നതാണ്. ബ്രാഞ്ച് ഓഫ് ബയോളജി സ്പെഷ്യലൈസസ് ഇൻ ദ സ്റ്റഡി ഓഫ് ആനിമൽസ് ബോത്ത് ലിവിങ് ആൻഡ് എക്സ്റ്റിങ്ക്റ്റ് ഇൻക്ലൂഡിങ് ദെയർ അനാട്ടമി, ഫിസിയോളജി, എംബ്രിയോളജി, ജനറ്റിക് എവല്യൂഷൻ, ക്ലാസിഫിക്കേഷൻ, ഹാബിറ്റ്സ്, ബിഹേവിയർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെ എല്ലാ ഇതും വരുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ BSc സുവോളജി, പിന്നെ MSc, ഇതൊക്കെ എല്ലാവർക്കും നല്ല കേട്ടുപരിചയമുള്ളതൊക്കെയാണ്. കാര്യങ്ങളും എല്ലാ അത്യാവശ്യമൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ സുവോളജി എന്ന് പറയുമ്പോൾ തന്നെ അതിലെന്തൊട്ട് ഇപ്പം അത്ര അധികം ഉള്ളത് എന്നൊക്കെ എല്ലാവരും ചിന്തിക്കാറൊക്കെ ഉണ്ട്. എന്നോട് തന്നെ കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ അങ്ങനെ ഈ സുവോളജി എന്നുള്ളൊരു സ്ട്രീമൊക്കെ ചൂസ് ചെയ്തിട്ട് ജീവിതം തന്നെ കയ്യിൽ നിന്ന് പോയ പോലെയൊക്കെ ചിലവരുടെ ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ. പക്ഷേ നമ്മൾ അറിഞ്ഞതിനേക്കാട്ടിലും കൂടുതൽ അറിയാനിരിക്കുന്നത് തന്നെയാണുള്ളത്. കുറച്ച് കോഴ്സസ് ഇൻ സുവോളജി ഒരുപാട് ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ BSc സുവോളജി, ദെൻ ബയോടെക്നോളജി, BSc സുവോളജി ആൻഡ് കെമിസ്ട്രി, പിന്നെ MSc ഫീൽഡിൽ തന്നെ കുറേ ഉണ്ട്. ഇനി അതിനകത്ത് സ്പെഷ്യലൈസേഷൻസ് ആയിട്ടും ഒരുപാട് ഫീൽഡുകൾ വരുന്നുണ്ട്. സ്പെഷ്യലൈസേഷൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ കുറേ കാണാനായിട്ട് പറ്റുന്നുണ്ടാവും. ആർക്കനോളജി, ഇതിൽ ഓരോരോ കാര്യങ്ങളെക്കുറിച്ചും ഓരോരോ ഫീൽഡ് തന്നെയാണ് ഉള്ളത്. ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് ഓരോരോ ഫീൽഡുകൾ തന്നെയാണുള്ളത്. ഇപ്പോൾ ആർക്കനോളജി എന്ന് സ്പൈഡർ വിഭാഗത്തിൽപ്പെട്ട അവരെക്കുറിച്ച് മാത്രം പഠിക്കാനൊക്കെ ആയിട്ടുള്ളൊരിതാണ്. അതിലെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ഓരോന്നിനെക്കുറിച്ചും ഓരോരോ ഡിഫറെൻറ്റ് ഫീൽഡുകൾ തന്നെ ഇവിടെ കാണാനായിട്ട് പറ്റും. ദെൻ എൻറ്റോമോളജി, ആർത്രോപോഡോളജി, സിറ്റോളജി, ആന്ത്രോസുവോളജി, പിന്നെ എത്തോളജി, ഹെൽമിന്തോളജി, മാമോളജി, അങ്ങനെ ഇതിനകത്ത് കുറേ കാണാനായിട്ട് പറ്റുന്നുണ്ടാകും. സ്പെഷ്യലൈസ് ചെയ്യുന്ന ഫീൽഡുകൾ തന്നെയാണ്. നമ്മൾ കുറച്ചുകൂടി MSc സുവോളജി സ്പെഷ്യലൈസേഷൻസ് ഒന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ MSc സുവോളജി കരിയർ ഓപ്ഷൻസ് ആൻഡ് ഫ്യൂച്ചർ ജോബ് പ്രോസ്പെക്ട്സ്, സുവോളജി കോഴ്സസ് ആൻഡ് സ്പെഷ്യലൈസേഷൻ. വീണ്ടും നമുക്ക് ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ബയോമെഡിക്കൽ സയൻസ്, അനിമൽ ബിഹേവിയർ ആൻഡ് ന്യൂറോബയോളജി, ജനറൽ സുവോളജി, മെറൈൻ സുവോളജി, എക്കോളജി, എവല്യൂഷണറി ബയോളജി, സെൽ ആൻഡ് ഡെവലപ്മെൻറ്റൽ ബയോളജി, മോർഫോളജി, ബയോടെക്നോളജി, ഫിസിയോളജി, ഇമ്മ്യൂണോളജി, സെൽ ആൻഡ് മോളിക്കുലാർ ബയോടെക്നോളജി, എംബ്രോളജി,
genetics, ecology, then animal physiology and ethology, structure and functions of vertebrates, ബയോളജി ഓഫ് പാരസിറ്റിസം എക്സെട്ര. അങ്ങനെ ഒരുപാട് ഇതിൽ കോഴ്സ് പഠിക്കുമ്പോൾ തന്നെ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറേ ഫീൽഡുകളുണ്ട്. പിന്നെ സുവോളജിയുടെ ഒരു കരിയർ ഒരു ഇന്ത്യയിൽ അങ്ങനെ മൊത്തത്തിൽ ഇതിനൊരു ബോർഡറൊന്നുമില്ല. ത്രൂ ഔട്ട് ഒരുപാട് സ്കോപ്പുകളൊക്കെ ഉണ്ട്. കരിയർ ഓപ്ഷൻസായിട്ട് സുവോളജി ആസ് എ സ്ട്രീം സെലക്ട് ചെയ്യുമ്പോൾ വരുന്ന ഒരുപാട് കാര്യങ്ങളിവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ അക്കാദമിക് റിസർച്ചർ. റിസർച്ചിങ് ഫീൽഡ് എപ്പോഴും ശാസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണല്ലോ പുതിയ അറിവുകൾ സൃഷ്ടിക്കപ്പെടുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു കൺസേൺഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിൽ റിസർച്ച് നടത്താൻ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളുകളൊക്കെ ഒരുപാടുണ്ട്. നമുക്കൊരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ ഒരു ടോപ്പിക്കിൽ റിസർച്ചിങ് ഫീൽഡുമായിട്ട് പോവാം. ഇഫ് യു ഹാവ് എ ഡിസൈഡ് ടു എക്സ്റ്റെൻഡ് യുവർ കോൺട്രിബ്യൂഷൻ ടു ദ റിസർച്ച് ഫീൽഡ്, ബീങ് ആൻ അക്കാദമിക് റിസർച്ചർ കുഡ് ഫുൾഫിൽ യുവർ ഡ്രീംസ്. Within this role, you will be expected to utilize your academic knowledge and research expertise to gain recognition by publishing your valuable findings in the renowned journals or writing up books in your area of specialization within zoology. അങ്ങനെ റിസർച്ചിങ് ഫീൽഡ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഉണ്ട്. ദ നെക്സ്റ്റ് അക്കാദമിക് ടീച്ചർ. ടീച്ചിങ് ഫീൽഡ് എന്ന് പറയുന്ന ആസ് എ ഒരു കോമൺ ഡിഗ്രി സബ്ജക്റ്റ് സുവോളജി എന്നല്ല ഏതും ആയാലും ഒരു ടീച്ചിങ് ഫീൽഡ് റിസർച്ചിനും അങ്ങനെ തന്നെയാണ്. അങ്ങനെ കോമൺ ആയിട്ടുള്ളൊരു ഫീൽഡായിട്ട് നമുക്ക് പറയാൻ പറ്റും. ദെൻ ഇവിടെ അക്കാദമിക് ടീച്ചർ ലെവലിൽ നോക്കുമ്പോൾ കോളേജസ് അങ്ങനെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആ ഒരു രീതിയിലൊരു എക്സാം ടെസ്റ്റ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് നെറ്റ് എന്ന് പറയും. ബാക്കി സ്കൂൾ ടീച്ചിങ് ലെവലിലും ഒരുപാട് എക്സാംസ് ഉണ്ട്, അടുത്തായിട്ട് നമുക്ക് നോക്കാം. ദെൻ മൂന്നാമത്തത് എക്കോളജിസ്റ്റ്. എക്കോളജിസ്റ്റിൽ എന്താണ് ആ ഒരു റോളിൽ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ an ecologist your role will be conducted to field survey to gather biological information needed for various database maintained by many government bodies working in the environmental sector, carrying out habitat survey, assessing environmental impact on the animals. ആനിമൽ ഈ അതുപോലെ തന്നെ എൻവയോൺമെൻറ്റ് ഇതിനോടൊക്കെ വളരെയധികം റിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു ഇതാണ് എക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജോബ് ഫീൽഡ്. നെക്സ്റ്റ് നമ്മൾ അധികമൊന്നും അങ്ങനെ ചിന്തിക്കാറില്ല, അങ്ങനെ ഒരു രീതിയാണ് മീഡിയ സെക്ടർ എന്ന് പറയുന്നത്. കുറേയും കൂടി ആനിമൽസിനൊക്കെ ആയിട്ടുള്ള ഇപ്പോൾ നമ്മൾ നാഷണൽ ജോഗ്രഫിക്ക് അങ്ങനെ ഡിസ്കവറി ചാനൽസ് അങ്ങനെയൊക്കെയുള്ള ഫീൽഡുകളൊക്കെ നല്ല പരിചയം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കുറച്ചും കൂടി നല്ല ആങ്കറിങ്ങും അങ്ങനെയൊക്കെ ഒരു ഇത് സ്കില്ലും അതോടൊപ്പം തന്നെ മൃഗങ്ങളോടൊക്കെ ഉള്ളൊരു ഇതും ഒരുമിച്ച് ക്ലബ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന അങ്ങനെ ഒരു പാഷനായിട്ട് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ക്ലബ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് മീഡിയ സെക്ടർ, അങ്ങനെ ഒരു ഫീൽഡ്. അതുപോലെ തന്നെയാണ് സയൻറ്റിഫിക് റൈറ്റർ. ഒരു റൈറ്റിംഗ് സ്കില്ല് ആഡ് ചെയ്തുകൊണ്ട് തന്നെ അനിമൽസിനെ കുറിച്ചും അങ്ങനെ ഡോക്യുമെൻറ്റ്സ് അതുപോലെ തന്നെ മാഗസീൻസിലെ പബ്ലിക്കേഷൻ അങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് ആ ഒരു രീതിയിൽ സയൻറ്റിഫിക് റൈറ്റർ എന്നുള്ളൊരു ഫീൽഡ് പോകുന്നുണ്ട്. ദെൻ ആനിമൽ ന്യൂട്രീഷനിസ്റ്റ്. അനിമൽസിൻ്റെ ഒക്കെ ഫുഡിൻ്റെ ഒക്കെ കാര്യങ്ങൾ അവരുടെ ന്യൂട്രീഷൻ അതവരുടെ സർവൈവൽ അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി പബ്ലിക് ഹെൽത്ത് ഓർഗനൈസേഷൻ അങ്ങനെ ഒരുപാട് പരിപാടികളൊക്കെ നടപ്പിലാക്കുന്നുണ്ട്. അപ്പം അതിനകത്തൊക്കെ ഏതെങ്ങനെയൊക്കെ വേണം എന്നൊക്കെ ഉള്ളത് അങ്ങനെ അനിമൽ ന്യൂട്രീഷൻ മേഖലയിലും ഒരു ഫീൽഡ് തന്നെയാണ് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള. ദെൻ മറൈൻ ബയോളജിസ്റ്റ്. ഇഫ് യു ലവ് ഫോർ അക്വാറ്റിക് ലൈഫ് യു ടു ഡൈവ് ഇൻ ടു ദ ഓഷൻസ് ദിസ് കുഡ് ബി ദ ബെസ്റ്റ് കരിയർ ഓപ്ഷൻ ടു ബി കൺസിഡേർഡ്. കടലിലെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഡൈവിങ് അങ്ങനെ പിന്നെ കടലിൽ തന്നെയുള്ള ഓർഗാനിസത്തിനൊക്കെ കുറിച്ച് പഠിക്കുന്ന അങ്ങനെ ഒരു മറൈൻ ബയോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീൽഡ് അങ്ങനെയുണ്ട്. ദെൻ എൻവയോൺമെൻറ്റ് കൺസൾട്ടൻസും. പ്രകൃതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റും അങ്ങനെ ഒരു ഇതൊക്കെ വരുമ്പോൾ അങ്ങനെ ഒരു എൻവയോൺമെൻറ്റൽ കൺസൾട്ടൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീൽഡ് കൂടി അവൈലബിൾ ആണ്. ദെൻ നെക്സ്റ്റ് എംപ്ലോയീസ് വിത്ത് നാഷണൽ പാർക്ക് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഓർ സൂസ്. അങ്ങനെ കുറേ ഫീൽഡുകളുണ്ടെന്ന് നമുക്കറിയാം. അവിടെയൊക്കെ ജോലി സാധ്യതകളും ഉള്ളത് തന്നെയാണ്. ആനിമൽ അല്ലെങ്കിൽ സുവോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡുകൾ കുറേ ഉണ്ട്. അപ്പോൾ ഫീൽഡുകളുണ്ട്, അത് നമുക്കും അറിയുന്നതാണ്. അതുപോലെ തന്നെ അവിടെയൊക്കെ ജോലി സാധ്യതകളുണ്ട്, അതധികം ചിന്തിക്കാറുമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ യുവർ എക്സ്ട്രീം അഫെക്ഷൻ ഫോർ ദ ആനിമൽസ് ആൻഡ് ക്രേവിങ് ഹെവൽ ദെയർ ക്യാൻ ലീഡ് യു ടു വർക്ക് വിത്ത് ഓർഗനൈസേഷൻ ഡയറക്റ്റ്ലി ഇൻവോൾവ്ഡ് വിത്ത് അനിമൽസ്. ഇപ്പോഴും ഇടപഴകി അങ്ങനെ അനിമൽസിനൊക്കെ ആയിട്ട് അങ്ങനെ ഒരു പാഷൻ ഉള്ളവർക്ക് എന്തായാലും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരിതാണ്. ഒരുപാട് സൂകളും നാഷണൽ പാർക്ക് അങ്ങനെ ഒരുപാട് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളൊരു ജോലി. ദെൻ വൈൽഡ് ലൈഫ് കൺസർവേഷനിസ്റ്റ്.
വൈൽഡ് ലൈഫിൻ്റെ കൺസർവേഷൻ തന്നെയാണ്. അങ്ങനെയൊക്കെ ഓരോ പോസ്റ്റുകളുണ്ട്. റീഹാബിലിറ്റേഷൻ സെൻറ്റർ എംപ്ലോയീസ് who target conservation of the endangered species and their habits by conserving various ecological parameters and suggesting models to rehabilitate animals into natural habitats to breed and nutrient of animals conservation. അങ്ങനെ ഒരു ഫീൽഡാണ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് എല്ലാവർക്കും ഒരുവിധം പരിചയമുള്ളതായിരിക്കും വെറ്റിനറിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫീൽഡ്. മൃഗങ്ങളുടെയൊക്കെ ചികിത്സ എല്ലാ കാര്യങ്ങളും വരും. ദെൻ large number of students are adopting this field by realizing its prospects. Numerous governments, animal husbandry departments of animal care centers, daily research institutes, ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു ഫീൽഡിൽ തന്നെ ഉണ്ട്, വെറ്റിനറിയൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീൽഡ്. നെക്സ്റ്റ് വൺ കമ്പനീസ് ആൻഡ് ഇൻഡസ്ട്രീസ്. ഇതും ഒരുപാട് കമ്പനികളും ഇൻഡസ്ട്രീസൊക്കെ ഇത് റിലേറ്റഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. മെനി ന്യൂട്രീഷൻ കമ്പനീസ്, അതുപോലെ തന്നെ അനിമൽ ഫുഡ്സ്, അവരുടെ ഫാർമസി, അനിമൽസുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ന്യൂട്രീഷനും അതുപോലെ അവർ ഫുഡിനും മെഡിസിനൽ അങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കുന്ന കമ്പനീസ് അങ്ങനെയും വരുന്നുണ്ട്. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആർ ഓൾസോ അവൈലബിൾ വിത്തിൻ സം അതർ ഡൊമൈൻസ് ലൈക്ക് മെഡിക്കൽ ലബോറട്ടറീസ്, ഫിഷറീസ്, അക്വാകൾച്ചർ, മ്യൂസിയം സർവീസ് എക്സെട്ര. അങ്ങനെ ഒരു പോസിബിലിറ്റിയും ഉണ്ട്. ദെൻ PhD സുവോളജി എംപ്ലോയ്മെൻറ്റ് ഏരിയാസും ജോബ് ടൈപ്സുമാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ഏരിയാസ് എന്ന് പറയുമ്പോൾ ഒരുപാട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതൊക്കെ തന്നെയാണ്. എന്നാലും ഇവിടെ വൈൽഡ് ലൈഫ് സാങ്ച്വറി, നാഷണൽ പാർക്ക്, ബൊട്ടാണിക്കൽ ഗാർഡൻ, സൂ, റിസർച്ച് ലബോറട്ടറീസ്, അക്വേറിയംസ്, അനിമൽ ക്ലിനിക്സ്, ഫിഷറീസ്, മ്യൂസിയം, അങ്ങനെ എല്ലാ സാധ്യതകളും ഒരു എംപ്ലോയ്മെൻറ്റ് ഏരിയ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ജോബ് ടൈപ്സ് നോക്കിയാൽ തന്നെ ആനിമൽ കെയർ ടേക്കർ, കൺസർവേഷനിസ്റ്റ്, ആനിമൽ റീഹാബിലിറ്റേറ്റർ, ഡോക്യുമെൻ്ററി മേക്കർ, ആനിമൽ വൈൽഡ് ലൈഫ് എഡ്യൂക്കേറ്റർ, ഫോറൻസിക് എക്സ്പേർട്ട്, ആനിമൽ ട്രെയിനർ, ലാബ് ടെക്നീഷ്യൻ, സൂ ക്യൂറേറ്റർ, ആനിമൽ ബ്രീഡർ, റിസർച്ചർ, ആനിമൽ ബിഹേവിയറിസ്റ്റ്, വൈൽഡ് ലൈഫ് ബയോളജിസ്റ്റ്, വെറ്റിനറിയൻ, സൂ കീപ്പർ. ഇങ്ങനെ ഒരുപാട് ഫീൽഡുകൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊന്നും നമ്മളധികം ചിന്തിക്കാത്ത കാര്യങ്ങൾ. ദെൻ ടീച്ചിങ് തന്നെ കുറച്ചുകൂടി കോമൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂൾ ലെവൽ ടീച്ചിങ്, അങ്ങനെ പ്രൈമറി സ്കൂൾ ടീച്ചർ, സെക്കൻഡറി, സീനിയർ സെക്കൻഡറി, അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ. നമ്മൾ കോളേജിലെ ടീച്ചിങ്ങിന് നെറ്റ് എന്ന് പറഞ്ഞൊരു എക്സാമിനെ കുറിച്ച് പറഞ്ഞ പോലെ ഇവിടെ ഈ പ്രൈമറി സ്കൂൾ ടീച്ചറുടെ ലെവലിൽ ഒരു BLED എന്ന് പറഞ്ഞിട്ട് ബാച്ചിലർ ഓഫ് എലമെൻ്ററി എഡ്യൂക്കേഷൻ അങ്ങനെ ഒരു ടെസ്റ്റ് ഉണ്ട്. അതുപോലെ ഹൈസ്കൂൾ ടീച്ചിങ് അങ്ങനെ ഒരു ലെവലിൽ KTET എന്നൊക്കെ പറഞ്ഞ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ്. ദെൻ സീനിയർ സെക്കൻഡറിയിൽ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്, അങ്ങനെ എക്സാംസൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളൊരിത്. ദെൻ റിസർച്ച് ഫീൽഡ് പറഞ്ഞത് തന്നെയാണ്. You can also get in research assistant or associates in NGOs, non-governmental organizations, and if you have PhD then it's an advantage. റിസർച്ച് ഫീൽഡും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫീൽഡ് തന്നെയാണ്. ദെൻ നെക്സ്റ്റ് ഫിഷറി കരിയർ. അത് സമുദ്രം പോലെ തന്നെ സാധ്യതകൾ നിറഞ്ഞത് തന്നെയാണ് ഫിഷറി കരിയർ എന്ന് പറയുന്നത്. ഒരുപാട് കോഴ്സുകളും അത് കഴിഞ്ഞ് ഒരുപാട് ഡയറക്റ്റ് തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഡയറക്റ്റ് ജോബ് കിട്ടാവുന്ന ഒരുപാട് കോഴ്സുകൾ അവൈലബിൾ ആണ്. പിന്നെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ്, കുഫോസ് എന്ന് പറയും, കൊച്ചിയിലുള്ളതാണ്. ഇത് നമ്മുടെ കേരളത്തിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ അവിടുത്തെ കോഴ്സുകൾ സ്കൂൾ ഓഫ് അക്വാകൾച്ചർ ആൻഡ് ബയോടെക്നോളജി, ഫിഷറീസ് റിസോഴ്സ് മാനേജ്മെൻറ്റ് ആൻഡ് ഹാർവസ്റ്റ് ടെക്, അക്വാട്ടിക് ഫുഡ് പ്രൊഡക്ട്സ് ആൻഡ് ടെക്, ഓഷ്യൻ സ്റ്റഡീസ് ആൻഡ് ടെക്, ഫിഷറി എൻവയോൺമെൻറ്റ്, ഇങ്ങനെ കുറേ കോഴ്സുകൾ അവൈലബിൾ ആണ്. കരിയർ ഓപ്ഷൻസ് അവിടെ നിന്ന് തന്നെ നമുക്ക് ഇതാക്കാൻ പറ്റുന്നത് മറൈൻ സയൻറ്റിസ്റ്റ്, ഹൈഡ്രോഗ്രാഫർ, ഓഷനോഗ്രാഫർ, ഫിഷറീസ് ബിസിനസ് മാനേജ്മെൻറ്റ് ഒരു ഫീൽഡും വരുന്നുണ്ട്. അതുപോലെ കൊച്ചിയിൽ തന്നെയുള്ളതാണ് സിഫ്നെറ്റ് എന്ന് പറഞ്ഞിട്ട്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് നോട്ടിക്കൽ ആൻഡ് എൻജിനീയറിംഗ് ട്രെയിനിങ്. ഇവിടെയും ഇതുപോലെ സമുദ്രവുമായി ബന്ധപ്പെട്ടതും എല്ലാ ഫിഷറി, അതുപോലെ തന്നെ ഒരുപാട് സുവോളജി റിലേറ്റഡ് കോഴ്സുകളൊക്കെ ഇവിടെയും ഉണ്ട്. ദ നെക്സ്റ്റ് ബാച്ചിലർ ഓർ വെറ്റിനറി സയൻസ് ആൻഡ് അനിമൽ ഹസ്ബൻഡറി എന്ന് പറഞ്ഞാൽ വെറ്റിനറി സയൻസ്, വെറ്റിനറിയൻ ആവാനൊക്കെയുള്ള അങ്ങനെ കേരളത്തിൽ തന്നെയുള്ള യൂണിവേഴ്സിറ്റിയാണ്. മണ്ണുത്തിയിലുമുണ്ട്, വയനാടും ഉണ്ടത്. അവിടെയും ഒരുപാട് കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ്. PhD പ്രോഗ്രാം, MVSc മാസ്റ്റേഴ്സ് ഇൻ വെറ്റിനറി സയൻസ്, ദെൻ BSc ആൻഡ് AH,
BSc in Veterinary Science and Animal Husbandry, then BSc Poultry Production and Business Management, MSc Wild Studies, Diploma in Poultry Production, Diploma in Daily Science, BTech, Dairy Science and Technology. ഇങ്ങനെ ഒരുപാട് കോഴ്സുകൾ ഇവിടെയും അവൈലബിൾ ആണ്. ദെൻ ഗവൺമെൻറ് ജോബ്സ് ആ ഒരു ഫീൽഡിൽ നോക്കിയാൽ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരുപാട് എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഒരു കുറേയും കൂടി വിശാലമായ അടുത്തൊരു ഫീൽഡ് തന്നെയാണ് ഫോറസ്റ്റ് സർവീസ് എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു ഇന്ത്യൻ സർവീസ് തന്നെയാണ് IAS, IPS, അതുപോലെ തന്നെ IFS, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. is one of the civil service examination conducted by Union Public Service for the recruitment officers at all India level by Government of India for the scientific management of its forest. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിലെ ജോലികളൊക്കെ വേറൊരു സുവോളജി ഓപ്റ്റിംഗ് കരിയറാണ്. ദെൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, ഒരുപാട് മെഡിസിൻസിൻ്റെ പ്രൊഡക്ഷനും അതിൻ്റെ മൃഗങ്ങളുമായി ബന്ധപ്പെട്ടതും എല്ലാതുമായിട്ടുള്ള ന്യൂട്രീഷണൽ ഫുഡ്, അങ്ങനെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി അടുത്ത ഒരു സാധ്യതകൾ നിറഞ്ഞ വേറൊരു മേഖലയാണ്. ദെൻ ബിസിനസ് എന്നുള്ളൊരു ഫീൽഡിൽ തന്നെ സ്മോൾ സ്കെയിലിൽ തന്നെ പറയാൻ പറ്റുന്നതാണ് എപ്പിക്കൾച്ചർ, സെറികൾച്ചർ, ഫിഷറി എന്നൊക്കെ പറയുന്നത്. തേനീച്ച വളർത്തൽ, പട്ടുനൂൽപ്പുഴു, അങ്ങനെ. ഇനി അത് ലാർജ് സ്കെയിലിൽ അല്ലാണ്ട് ഫാമുകൾ, അങ്ങനെയും ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ബിസിനസ് എന്നുള്ളതും ഇതിൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരിതാണ്. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഫീൽഡുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. സൂ കീപ്പർ, വൈൽഡ് ലൈഫ് സർവീസർ, ഫോറൻസിക് എക്സ്പേർട്ട്, കൺസർവേഷൻ ഓർഗനൈസേഷൻ, നാഷണൽ പാർക്ക്, നേച്ചർ റിസർച്ച് ലബോറട്ടറീസ്, അക്വേറിയംസ്, അനിമൽ ക്ലിനിക്ക്, മ്യൂസിയം, റിസർച്ച് എക്സെട്ര. ദെൻ റേഞ്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ, ദെൻ KFDC മാനേജർ, കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. പിന്നെ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൽ പിന്നെ ടീച്ചിങ് ആൻഡ് റിസർച്ച് പറഞ്ഞതാണ്. പിന്നെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ, പ്രൈവറ്റ് പ്ലാന്റേഷൻസ്, അഗ്രികൾച്ചറൽ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ഇൻ ബാങ്ക്, ഇങ്ങനെ ഒരുപാട് ജോലി സാധ്യതകൾ. ഇത് ജസ്റ്റ് ആ ഫീൽഡുകളൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യാൻ മാത്രമാണ്, അതിനകത്തേക്കൊന്നും ഇറക്കി ചെന്നിട്ടില്ല. ജസ്റ്റ് ആ പേരുകൾ നമ്മൾ ഒരുപാട് അറിയാത്തതും അങ്ങനെ ഇങ്ങനെയൊക്കെ അന്വേഷിച്ചറിയാത്തതായിട്ടും അങ്ങനെ കിടക്കുന്ന കുറേ ഫീൽഡുകളൊക്കെ ഉണ്ട്. എന്തായാലും കുറച്ചൊന്നല്ല ഇതിൻ്റെ അതിർവരമ്പുകൾ, ഇനിയും കുറേ ഇറങ്ങിച്ചെല്ലാനുണ്ട്. ഇപ്പം ചെന്നത് ഇതിൻ്റെ ചെറിയൊരു ഇതിലൂടെ മാത്രം ഒന്ന് ഓവർവ്യൂ ചെയ്ത് പോയെന്നുള്ളൂ. അപ്പോൾ സുവോളജി ഓപ്റ്റ് ചെയ്യുന്ന ഒരുപാട് ജോബ് കരിയറുകളാണ് ഉള്ളത്. നമുക്ക് അറിയാത്തതായിട്ട് ഇതിലും കൂടുതലും ഉണ്ടെന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ജോലി തിരഞ്ഞെടുക്കുമ്പോൾ ചൂസ് എ ജോബ് യു ലവ് ആൻഡ് യു വിൽ നെവർ ഹാവ് ടു വർക്ക് എ ഡേ ഇൻ യുവർ ലൈഫ് എന്നാണ്. അതായത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ജോലി തിരഞ്ഞെടുത്താൽ ഒരു ജോലിയും ചെയ്യാണ്ട് ഇരിക്കേണ്ട എന്നല്ല, പക്ഷേ എന്തായാലും എന്താണ് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ എപ്പോഴും ഒരു പ്രത്യേകതയുണ്ട്. അതുപോലെ നമുക്കൊന്നും ചെയ്യുന്നത് പോലെയോ അങ്ങനെയൊന്നും തോന്നത്തില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ അത് വിത്ത് ലവ് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു കൂടുതൽ പ്രത്യേകത ഉണ്ടെന്ന് തന്നെ വേണം പറയാനായിട്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ടൂറ് പോകുമ്പോഴൊക്കെ ആയാലും ബസ്സിലൊക്കെ നിന്ന് ഡാൻസ് കളിക്ക് ഇത്തിരി റിസ്ക് പിടിച്ച കാര്യം തന്നെയാണ്. പക്ഷേ അത് ഒട്ടും ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നാറേ ഇല്ല. അതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യം ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതെന്നൊക്കെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഭയങ്കര പ്രത്യേകതയാണ്. അത് നമുക്ക് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ വരെ, സന്തോഷം പലതരത്തിലുണ്ടാവും, പക്ഷേ സാറ്റിസ്ഫാക്ഷൻ വഴി ഉണ്ടാകുന്ന സന്തോഷമാണ് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സന്തോഷം. അതിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാവില്ല, ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു പഞ്ചസാര തന്നെ പാത്രത്തിലിരിക്കുമ്പോൾ മധുരമുള്ളതാണെന്ന് നമ്മൾ അറിയില്ലല്ലോ. അല്ല, സയൻറ്റിഫിക് ആയിട്ടൊന്നും ആരും ചിന്തിക്കരുതേ. അല്ല, ഏകദേശം ഒരു പാത്രത്തിൽ പഞ്ചസാര ഇരിക്കുമ്പോൾ ജസ്റ്റ് ഒരു ക്രിസ്റ്റൽസ് അങ്ങനെ ഒരു ഫീൽ നമുക്കറിയാൻ പറ്റില്ലല്ലോ മധുരം. പക്ഷേ നമ്മുടെ നാവിലെത്തുമ്പോഴല്ലേ അതിൻ്റെ മധുരം അറിയുന്നത്. ചില കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. അതിന് ആപ്റ്റായിട്ടുള്ള ഒരു ടൈമും ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ തന്നെയാണ് നമ്മുടെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും ഒക്കെ കൂടി സെറ്റിലാവണ ഒരു ടൈം. അപ്പോൾ കരിയറിൻ്റെ പുറകെ പോയി അത് മാത്രം പോകണമെന്നൊന്നുമല്ല, ജീവിക്കാൻ മറന്നു പോയൊരു അവസാനം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. എല്ലാത്തിനും അതിൻ്റേതായൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോഴൊക്കെ ഈ ടേബിൾ സ്പൂണും ടീസ്പൂണിൻ്റെ ഒക്കെ മെഷർമെൻറ്റ് ഭയങ്കര കറക്റ്റായിരിക്കണം, എന്നാലും അതിൻ്റെ ഒരു മാക്സിമം പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ. അതുപോലെ നമ്മുടെ ജീവിതത്തിലും അങ്ങനെയൊക്കെ തന്നെ. കരിയറിൻ്റെ പുറകെ അങ്ങനെ തന്നെ ഒരു ട്രാക്കല്ല,
അതും ഇതും എല്ലാതും അതിൻ്റെ ഒരു ലെവലുണ്ട്, അതിൻ്റെ ഒരു ശരിക്കൊരു മെഷർമെൻ്റ് ഉണ്ട്. അതനുസരിച്ച് തന്നെ നമ്മൾ അവിടെ ഒരു ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് അടിപൊളിയായിരിക്കും. അതിൻ്റെ ആ ഒരു ഫീലും സംഭവം നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുമ്പോൾ ഉള്ളൊരു ഫീലും ഇതൊക്കെ നമുക്ക് ശരിക്കും അപ്പം മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എവിടെയാണ് കിടക്കണമെന്ന് വെച്ചാൽ ആരെങ്കിലും പറയുന്നതിൽ നിന്നായാലും എന്തായാലും കൂടി അതിൻ്റെ ഡ്യൂറേഷൻ വളരെ കുറവായിരിക്കും. കൂടി വന്ന ഒരു ദിവസമോ 2 ദിവസമൊക്കെ തന്നെ അങ്ങനെ ഉണ്ടാകുന്ന ഒരു മോട്ടിവേഷനൊക്കെ ഉണ്ടാവുള്ളൂ. ഈ ഡ്യൂറേഷൻ കൂടിയിട്ടുള്ള അത്യാവശ്യം ലൈഫ് ലോങ് ആയിട്ടുള്ള മോട്ടിവേഷനൊക്കെ കിടക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അതുണ്ട്, അത് കണ്ടെത്താൻ പറ്റിയാലും അത് ഏതാണെന്നൊക്കെ തിരിച്ചറിയാൻ പറ്റിയാലൊക്കെയാണ് നമ്മുടെ മാക്സിമം ലെവൽ ഓഫ് സക്സസ് നമ്മൾ അച്ചീവ് ചെയ്തു എന്ന് പറയാനായിട്ട് എന്തായാലും പറ്റും. അപ്പോൾ സെൽഫ് എംപ്ലോയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണ്ടീഷൻ, അതിനകത്ത് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ടുള്ളതെന്ന് തോന്നുന്നത് തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മാക്സിമം ഒക്കെ നമ്മൾ വിജയിച്ച പോലെ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ സാറ്റിസ്ഫാക്ഷൻ്റെ ലെവലും കൂടും, നമ്മുടെ ഹാപ്പിനെസ്സും കൂടും. പിന്നെ നമുക്കൊന്നും അതിൻ്റെ പുറകെ പോയി പലതും നഷ്ടപ്പെട്ടു എന്നൊരു തോന്നലും ഉണ്ടാക്കരുത്. അതും ഇതിൻ്റെ കൂടെ തന്നെ പറയുന്നതാണ്. അങ്ങനെ സുവോളജി ഒരു കരിയറായിട്ട് ഒരു ഫീൽഡിൽ ഒരുപാട് സാധ്യതകളില്ല എന്നൊന്നും പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ടതൊന്നുമില്ല. സാധ്യതകളൊക്കെ ഉണ്ട്. വെറുതെ ഇരുന്നാൽ നമ്മുടെ അടുത്തേക്ക് അത് എത്തത്തില്ല, നമ്മൾ ഇറങ്ങിച്ചെല്ല തന്നെ വേണം. ഇത് എവറിത്തിങ് വിത്ത് മാക്സിമം ഹാർഡ് വർക്ക്, ലവ്, കെയർ എല്ലാത്തിൻ്റെ മാക്സിമം അങ്ങോട്ട് ഇടാം. പിന്നെ നമ്മൾക്ക് ഒരിക്കലും അയ്യോ ഞാൻ അന്നങ്ങനെ ചെയ്യായിരുന്നല്ലോ, അല്ലെങ്കിൽ ഇന്നലെ ഇങ്ങനെ ചെയ്യായിരുന്നല്ലോ അങ്ങനെ തോന്നരുത്. ചിലപ്പോൾ റിസൾട്ടിൽ ചിലപ്പോൾ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. നമ്മളെപ്പോഴും ഉദ്ദേശിച്ച പോലെ തന്നെ ഒന്നും വരണമെന്നൊന്നുമില്ല. പക്ഷേ എങ്ങനെയൊക്കെ ആയാലും എല്ലാ കാര്യവും നമ്മുടെ മാക്സിമത്തിൽ അങ്ങോട്ട് ചെയ്യാം. പിന്നെ നമുക്ക് പോലും നമ്മളൊന്നും പറയാനായിട്ട് അവസരം ഉണ്ടാവില്ല. എന്തായാലും ഉറപ്പാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ എന്തായാലും ഉണ്ട്. ഇപ്പം എന്തെങ്കിലും ഒരു സംഭവത്തിൽ നമ്മൾ വല്ലാണ്ട് അങ്ങോട്ട് തോറ്റു പോയാൽ പോലും നമ്മൾ മാക്സിമം എഫക്റ്റ് അതിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതുവഴിയുള്ളൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതങ്ങനെ അനുഭവിച്ച് തന്നെ അറിയണം. ഭയങ്കര സന്തോഷമായിരിക്കും നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ അതുപോലെ തന്നെ നടക്കുമ്പോഴൊക്കെ. So I just concluded my presentation. Thanks for watching. Thank you.